നമസ്കാരം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു, ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാക്കിയത് ഇടുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ ആ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മൾ റീയൂസ് റീസൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ബാലപാഠങ്ങളുണ്ടല്ലോ, അതിന്ന് ഞാനിവിടെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ്. അതായത് ഇച്ചേന്റെ 3 ഷർട്ട് എടുത്തിട്ട് ഞാൻ എനിക്ക് പറ്റിയ 3 ടോപ്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ, വാച്ച് ഇറ്റ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ട്രൈ. വയലറ്റ് കളർ ഷർട്ടായിരുന്നു. ഞാനത് സിമ്പിളായിട്ടൊരു ടോപ്പാക്കി എടുത്തു. നമ്മുടെ കോളറിൻ്റെ ആ മുകൾ ഭാഗം എടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു ഹാഫ് കോളർ കിട്ടി, ചൈനീസ് കോളർ. അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. സ്ലീവ്ലെസ് ആയിരുന്നു, അതുകൊണ്ട് കൈ എടുത്ത് കളഞ്ഞിട്ട് ഞാനൊന്ന് മടക്കി അടിച്ചു. പിന്നെ ബട്ടൺസ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിലൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ കൈയുടെ ബാക്കി വന്ന തുണി കൊണ്ട് ഞാൻ അടിയിലൊരു ഫ്രിൽസ് ആക്കി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബാക്കിൽ ഫ്രിൽസ് വെക്കാനുള്ള സ്ഥലം എനിക്ക് ഉണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ തുണി തികഞ്ഞില്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രൈ. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ്, അതായത് എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നി. കുറെ സമയം എടുത്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നാലും ഞാൻ രണ്ടാമത്തേതിലേക്ക് കൈവച്ചു. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രൈ. ഇത് കൊള്ളാണ്ടിച്ചായി മാറ്റി വെച്ചിരുന്ന ഒരു ഷർട്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മൽ കാണിച്ചു തരട്ടെ. ഇത് അമ്മാമ്മ തന്ന കമ്മലാണ് കേട്ടോ. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ വി നെക്കാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവാണ്. അവിടെ സ്ലീവിൻ്റെ എൻഡിൽ കുറച്ച് ലൂസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് തയ്ച്ച് വന്നപ്പം അടിയിൽ കുറച്ച് കയറി ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത് ആ സ്റ്റൈലല്ലേ അങ്ങനെ ഇരുന്നോട്ടെ, ഇപ്പം അങ്ങനത്തെ കുറേ ഡ്രസ്സസ് ഇറങ്ങുന്നുണ്ടല്ലോ. പിന്നെ ആ ഫ്രിൽസ് ബാക്കിലോട്ടും കൂടെ വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ നിർത്തി. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സത്യം പറഞ്ഞ രണ്ടാമത്തേത് ഞാൻ ഉദ്ദേശിച്ച അത്ര വന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരു ട്രൈയും കൂടെ നടത്തി. ഇച്ചാൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ട് പിക്ക് ചെയ്ത് എന്നിട്ട് അതിൽ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. ഇതാണ് ആ മൂന്നാമത്തെ ട്രൈ. നല്ല വള്ളിയൊക്കെ ഉള്ള ഒരു കുപ്പായാണ്. ഇതിന് നല്ല സ്ക്വയർ നെക്കൊക്കെ വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൈ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്ച്വലി കഴുത്ത് എനിക്ക് ലൂസ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഇടയ്ക്ക് അടുപ്പിങ്ങനെ വെച്ച് കൊടുത്തത്. ആക്ച്വലി അത് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കത് കുറച്ച് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പിച്ചൊരു പണിയാണത്. അങ്ങനെ നമ്മൾ സ്ക്വയർ കഴുത്ത് തയ്ച്ച് വന്നപ്പം വേറെ എന്തോ ഒരു കഴുത്തായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. കൈക്ക് ഞാൻ എലാസ്റ്റിക് വെച്ചിരിക്കുകയാണ്. കുറച്ചൊരു ടൈറ്റ്നസ് ഉണ്ട്, പക്ഷേ അത്ര എടുത്താൽ പൊങ്ങാത്ത പരിപാടിയൊന്നുമില്ല. എന്തായാലും ബട്ടണൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പോയില്ല. നേരത്തെ പോലെ തന്നെ ഞാൻ ആ ബാക്കി വന്ന കൈയുടെ തുണി കൊണ്ട് അടിയിൽ ഫ്രിൽസ് വെച്ച് കൊടുത്തു. പിന്നെ തയ്ച്ചു വന്നപ്പോൾ മൊത്തത്തിൽ കുറച്ച് ലൂസാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്തു. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ ഇട്ട് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് അറിയത്തില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? അങ്ങനെ ഇതാണ് എൻ്റെ 3 ട്രൈസ്. സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു സാധനം ഞാൻ ഉണ്ടാക്കിയതിനോടുള്ള എൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം അതാണ് ഇത്. എന്നാലും ഷർട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഉപകാരമുള്ള ടോപ്സ് ഒക്കെ മാറ്റിയെടുക്കാം. ഷർട്ട് റീയൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന മാറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാകുമ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ദ ബ്യൂട്ടി ഓഫ് ഹാൻഡ് മെയ്ഡ് ഈസ് ഇൻ ഇറ്റ്സ് ഇംപെർഫെക്ഷൻസ് എന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ഇനിയും നമുക്ക് പെർഫെക്റ്റ് ആക്കാനുള്ള അവസരങ്ങളുണ്ടല്ലോ. സോ ഇതിനെ കുറിച്ച് എല്ലാവരും കമന്റ് ചെയ്യൂ, എങ്ങനെയുണ്ട് എൻ്റെ ട്രൈ എന്നുള്ളത്. താങ്ക് യു, ബൈ.